ഹലോ ഫ്രണ്ട്സ്, സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കപ്പിളാണെന്ന് പറയുന്നത് വിജയ് മാധവും അതുപോലെ തന്നെ ദേവിക നമ്പീരും. ഇവർക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, ഭയങ്കര ഫേമസ് ആണ്. ആൾക്കാരൊക്കെ ഇവരെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ്. സോ ഇവർക്ക് ഇപ്പം മൊത്തത്തിൽ രണ്ട് മക്കളാണുള്ളത്. മൂത്ത ഒരു മോനും ഉണ്ട്, അതുപോലെ ഇപ്പം ഇളയതായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു കുട്ടി ജനിച്ചിട്ടുണ്ട്, അതൊരു പെൺകുട്ടിയാണ്. സോ ഇവർക്കിപ്പം ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ്, പ്രത്യേകിച്ച് ഈ ഒരു ഭർത്താവായിട്ടുള്ള വിജയ് മാധവ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമൻറ്റൊക്കെ വരുവാണ്. കാരണം കൊച്ചിൻ്റെ പേര് ഇങ്ങനെയൊക്കെ ഇടുമോ എന്നുള്ളൊരു ഡൗട്ട്. കാരണം നിങ്ങൾക്ക് ആ പേര് കേട്ടാൽ കൊച്ചിന് പെൺകുട്ടിക്ക് ആ ഒരു പെൺകുട്ടിയാണ് രണ്ടാമത് ജനിച്ച് ആ കൊച്ചിനിട്ട ആ ഒരു പേര് കേട്ടാൽ നിങ്ങൾ തന്നെ ഇങ്ങനെയൊക്കെ അച്ഛന്മാർ പേരിടുമോ എന്ന് തന്നെ തോന്നും. ഇപ്പം ജനിച്ച ഈ കൊച്ചിന് ഈ ഒരു പെൺകുട്ടിക്ക് ഇട്ടേക്കുന്ന പേരെന്ന് പറയുന്നത് ഓം പരമാത്മ എന്നാണ് പേരിട്ടേക്കുന്നത്. ഇത് കേട്ടതും ഫാൻസോ അല്ലെങ്കിൽ നോർമലായിട്ട് നമ്മൾ തന്നെ ഇത് കേൾക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആൾക്കാർ പേരിടുമോ എന്നുള്ളതിൻ്റെ ഡൗട്ട് തോന്നും. അങ്ങനെയൊക്കെയാണ് സ്വന്തം മോക്കിട്ടേക്കുന്ന പേരാണ് ഓം പരമാത്മ എന്ന്. ഇതുണ്ടെങ്കിൽ ഒരു വീഡിയോ എടുത്താണ് ഇട്ടേക്കുന്നത്. ആ വീഡിയോയിൽ കാര്യങ്ങൾ ഇടുന്നതും ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്നതും ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ. സോ ഇതിന് സപ്പോർട്ടായിട്ട് വൈഫ് നിൽക്കുക. കുറേ പേര് കമൻറ്റ് വന്ന് ഇതേ കണക്ക് മൂത്ത മോനും ഇതേ കണക്കാണ് പേരിട്ടത്, ഇപ്പോൾ ഇതേ കണക്ക് മോക്കും ഇതേ കണക്ക് ഇടുന്നത്. വൈഫൊക്കെ ഇതിനെങ്ങനെ സമ്മതിക്കുന്നു, അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഇപ്പം പേരിടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത്. ഇത് വലിയ പ്രൗഡ് രീതിയിലാണ് അദ്ദേഹം വന്നിരുന്ന് പേരിട്ട കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് ഇട്ടേക്കുന്നത്. സോ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് തന്നെ തോന്നി ഇങ്ങനെയൊക്കെ മക്കൾക്ക് പേരിടുമോ എന്നുള്ളൊരു കാര്യം. പക്ഷേ പുള്ളിക്കാരൻ അതൊന്നും വലിയ കാര്യമൊന്നുമല്ല. ആ ഒരു മോക്കിട്ടേക്കുന്ന പേരാണ് ഓം പരമാത്മ. എങ്ങനെയൊക്കെ പേരിടാൻ തോന്നുമോ എന്തോ. നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ള കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.